അഭിരാമി മിസ് ആണ്. അഖില മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മൾ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ വാട്ട്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസ് ഒക്കെ മാറിയല്ലേ? നമ്മുടെ 7th CBSE മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടിരിക്കുകയാണ്. അതായത് ഓരോ സബ്ജക്റ്റിനും ഇതാ പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയാണ്. മാത്രമല്ല മിസ്, ഇവര് കഴിഞ്ഞ വർഷം 6ാം ക്ലാസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിന്ന് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോ ഭയങ്കര വലിയ ചേഞ്ച് ഒന്നല്ല, എന്നാലും കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. കോണ്ടന്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പഠനം കുറച്ചും കൂടെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നല്ല, സിമ്പിൾ ആണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് നമ്മുടെ മുൻ വർഷങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിസ്, അതിലെ ചാപ്റ്റേഴ്സ് 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ അവനെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കി സമാധാനിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഗ്ലാൻസ് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ മാറുന്ന സിലബസിന് മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷൻ ആൻഡ് പ്ലാന്റ്സ് ആയിരുന്നു. അതായത് പ്ലാന്റ്സിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ എന്നുള്ള കാര്യങ്ങളും അങ്ങ് പോയിരിക്കുകയാണ് അല്ലെ നമ്മുടെ കോൺസെപ്റ്റിലേക്ക്, ടോപ്പിക്കിലേക്ക്. പക്ഷെ നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ് ചാപ്റ്റർ 1 നോക്കിയ മിസ് എവർ ഇവോൾവിംഗ് വേൾഡ് ഓഫ് സയൻസ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സയൻസിനെ പറ്റി അടുത്തറിയാനുള്ള കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പോലെയുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദെൻ നമ്മൾ നോക്കുന്നതിന് ന്യൂട്രീഷൻ പ്ലാന്റ്സിന് ശേഷം ന്യൂട്രീഷൻ ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഹീറ്റ്, ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. മക്കളെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോട്ടണി, സുവോളജി എല്ലാം ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ. പക്ഷെ ഇതെല്ലാം ഒരു ടെക്സ്റ്റ് ബുക്കിലാണ്. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അതോരോ സെപ്പറേറ്റ് വിഷയങ്ങളാവുന്നത്. ഇപ്പൊ മിസ്സിന്റെ കുട്ടികൾക്ക് എല്ലാം കൂടെ ഒറ്റ ടെക്സ്റ്റ് ബുക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അങ്ങനെ ബയോളജി ഏത്, കെമിസ്ട്രി ഏത്, ഫിസിക്സ് ഏതെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഓരോ ടോപ്പിക്കും വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത്. ഓരോ ഫാക്കൽറ്റീസും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഓരോ സബ്ജക്ട് ഇപ്പൊ ബയോളജി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെമിസ്ട്രി ആണ്. അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, മോഷൻ ആൻഡ് ടൈം, ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് ലൈറ്റ്, ഫോറസ്റ്റ്, വേസ്റ്റ് വാട്ടർ സ്റ്റോറീസ്, ഇതൊക്കെയാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ. ഇത്രയും നമ്മളിതാ പഴയ ടെക്സ്റ്റ് ബുക്കിലാണ്. ഇനി നമ്മൾ അതങ്ങ് മായ്ച്ചു കളയാൻ ഭയങ്കരമായ മാറ്റമൊന്നും അല്ല, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് മക്കളെ. അപ്പൊ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഇക്കൊല്ലം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ മിസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെയുള്ള ആ കോൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് നോക്കുന്ന സമയത്ത്. അത് മാത്രമല്ല മിസ്, ഇവരുടെ ടെക്സ്റ്റ് ബുക്കിലും കുറച്ചും കൂടെ ആക്ടിവിറ്റി സെന്റേർഡ് ആയിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു അല്ലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറഞ്ഞ ആസിഡ്, ബേസ്, ന്യൂട്രൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കെമിസ്ട്രി റിലേറ്റഡ് ആണ്. ഫിസിക്സിലേക്ക് വരുവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നത് ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അഗെയിൻ നമ്മുടെ കെമിസ്ട്രി ആണ്. അപ്പൊ അവിടെ നോക്കേണ്ടത് ശരിക്കും പുതിയൊരു ചാപ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ ഇവരുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്തൊരു കാര്യം അതാണ് ഈ പറഞ്ഞിട്ടുള്ള കെമിസ്ട്രി. അല്ലെ, പുതിയൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ചേഞ്ചസ് അറൗണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. അപ്പൊ വീണ്ടും നമ്മുടെ കെമിസ്ട്രി തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോവാണ്. ആൻഡ് ദെൻ എന്താണ് അഡോളസെൻസ് അല്ലെ, ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് അഡോളസെൻസിനെ പറ്റിയിട്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ബോഡി ചേഞ്ചസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവുക. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ, പിന്നെ മെഷർമെന്റ് ഓഫ് ടൈം ആൻഡ് നോഷൻ, അതിനുശേഷം വീണ്ടും ലൈഫ് പ്രോസസ് ഇൻ ആനിമൽസ്, അതും നമ്മുടെ ബയോളജിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ, ഏറ്റവും ലാസ്റ്റ് പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സ് ഉണ്ട്, ബോട്ടണി. അപ്പൊ നമ്മള് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ബയോളജിയുടെ ആ ഒരു സെക്ഷൻസ് ആയിരുന്നു. ഇപ്പൊ അത് ഏറ്റവും അവസാനത്തേക്ക് വന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചസ് ആണ്. എന്നാലും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല. സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓരോ ചാപ്റ്റേഴ്സും 1 by 1 ആയിട്ട് പഠിപ്പിച്ചു തരാൻ നമ്മുടെ ഫാക്കൽറ്റീസ് റെഡിയാണ്. അപ്പൊ നിങ്ങളിതാ
ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ക്ലാസ് 7 CBSE സൈലം ക്ലാസ് 7 CBSE പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് അല്ലെ, നിങ്ങൾക്ക് അറിയുന്ന 7ാം ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലായിരിക്കും. കാരണം കുറെ മക്കളൊക്കെ ചിലപ്പോൾ 6 CBSE സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ 7th ആ ഒരു മാറ്റം അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അല്ലെ, കോണ്ടന്റ് വീഡിയോസ് ആയിക്കോട്ടെ, ഇനി അതല്ലാതെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കൃത്യമായിട്ട്. അത് ഓരോ വിഷയങ്ങൾക്കും കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് തന്നെ ചാനലിൽ കിട്ടും. മാത്രമല്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ തന്നെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പോകും. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെയുള്ള നമ്മുടെ എല്ലാ നോട്ട്സും അപ്ഡേഷൻസും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ആ നമ്പർ ഒന്ന് അങ്ങനത്തെ പ്രൈവസി ഒന്നും ഒരു പ്രശ്നവും നമുക്ക് ആരുടെ നമ്പർ കാണാൻ പറ്റില്ല, നമ്മുടെ നമ്പർ കാണാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത്രയും മാത്രമേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ ടീം അല്ലെ, നമ്മുടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റെഡി ആണെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ യെസ് മിസ് വി ആർ റെഡി എന്ന് കമന്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലും ലൈവുകളിലും കാണാം. അതുവരെ ബൈ.